അതായത് എനിക്ക് 3 വർഷമായിട്ട് കൃഷിനാശം തന്നെയാണ്. പിന്നെ കഴിഞ്ഞ വർഷം നെല്ല് കൊടുത്തിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് പൈസ. എത്ര നാൾ വെള്ളത്തിനടിയിലായിരിക്കും ഈ പുള്ളിലെ പല 6 മാസത്തോളം വെള്ളത്തിനടി. 6 മാസം വെള്ളത്തിനടിയിൽ. പിന്നെ 6 മാസമാണ് ഒരൊറ്റ ടൈം നമുക്ക് കൃഷി കിട്ടുക. അതേസമയം അപ്പുറത്ത് പള്ളിപ്പുറം എന്ന് പറഞ്ഞിട്ട് പടമുണ്ട്, അവിടെ 2 ടൈം കിട്ടും. അല്ലെങ്കിൽ ഒരു ടൈം അവർ നെല്ല് ചെയ്തിട്ട് പിന്നത്തെ പച്ചക്കറിയോ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യും. അത് കാരണം എന്താ വെച്ചാൽ സമയബന്ധിതമായിട്ട് അവർക്ക് കൃഷി ഇറക്കാനും പറ്റുന്നുണ്ട്. വാട്ടർ മാനേജ്മെന്റ് കറക്റ്റ് ആണ്. അവിടുത്തെ പാടശേഖര സമിതി വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഈ കട്ട് തിന്നാൻ വേണ്ടി മാത്രം നിൽക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. അപ്പൊ നമ്മള് പുള്ളിന്റെ ഭംഗിയും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പറയണം. കൂടി ഞാൻ പറയാനുള്ളത്, ഇപ്പൊ ഞാൻ പുള്ളി പടവ് പാടശേഖര സമിതിയുടെ കൺവീനറാണ്. ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കൊയ്ത്ത് കഴിഞ്ഞ് അവസാനിക്കേണ്ട സമയം കഴിഞ്ഞിരുന്നു. ഈ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞിട്ട് 1 മാസം വെള്ളത്തിൻ്റെ ഇതുണ്ട്, 1 മാസം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. അത് പല പാടശേഖരങ്ങളിലും പെർമിഷൻ കൊടുത്തു. പാടശേഖരങ്ങൾ പർപ്പസിലി കുറെ പാടശേഖരങ്ങൾ ഇവർക്ക് പെർമിഷൻ കൊടുത്തില്ല. ഇതിൽ ആത്യന്തികമായിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് ഗവൺമെൻറ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ നമ്മളിപ്പോൾ ഈ 5 പാടശേഖരങ്ങളുടെ കൺട്രോൾ ഒരു വർഷം ആനുവൽ മീറ്റിംഗ് നടത്തിയിട്ട് കൃഷിക്കാർ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു പാടശേഖര സമിതികളുണ്ട്. ആ പാടശേഖര സമിതികളുടെ കാര്യക്ഷമത ഇല്ലായ്മ. ഞാൻ പറയുന്നത് അത് മറക്കാം. ഇപ്പം ഞാൻ ഇദ്ദേഹം നമ്മുടെ പുള്ളു പടവിൻ്റെ കണ്ടു. ഇത് നമ്മൾ നല്ലൊരു സംരക്ഷണ സമിതിയുടെ കഴിവില്ല. അത് ഞാൻ പറഞ്ഞത് നന്നായിട്ട് കൊണ്ടു നടക്കുന്ന പാടശേഖര സമിതികളുണ്ട്. പുള്ളിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞാലേ, ഇപ്പൊ പുള്ളിയിൽ ഇപ്പൊ ഇഷ്ടം പോലെ പക്ഷികൾ വരും. ഏത് സീസണിലാണ് ഏറ്റവും കൂടുതൽ പക്ഷികൾ വരുന്നത്? പക്ഷികൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, അതായത് ഇപ്പോ മെയ് ധാരാളം വരും. ഷാജേട്ടാ ഒരുപാട് പക്ഷി വരും അല്ലേ? ഈ പേരറിയാവുന്ന പക്ഷികളൊക്കെ ഉണ്ടോ? എനിക്ക് ഇതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. പാടശേഖര സമിതി തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ, ഇത് 2-3 വർഷമായിട്ട് നമ്മൾ അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള സ്ഥലത്താണ് ഇതിന് പോയിരുന്നത് തെരഞ്ഞെടുപ്പിന്. തിരിച്ചു പോയാലോ? വാർത്തകൾ വേഗത്തിൽ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് കർഷകർക്ക് അഭിപ്രായം പറയാനോ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. അവരെറ്റുന്ന ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് അത് വായിക്കും, അവരുടെ തന്നെ കുറച്ച് സിൽബന്ധികൾ കൈയടിക്കും, അപ്പൊ അത് പാസ്സായി. കർഷകർ ഇത് കൃഷിയെ കുറിച്ച് അറിയണ ആളുകളാണ് ഇതിൽ വന്നതെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് എന്നുള്ളതാണ് ഇവർ സൂചിപ്പിച്ചു വരുന്നത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പാടശേഖര സമിതിയിലെ കർഷകരുടെ കഴിവില്ലായ്മ. അവർക്ക് കർഷകരുടെ അല്ല, സമിതിയിൽ വരുന്നവരുടെ സമിതിയുടെ. അപ്പൊ ആ സമിതിയുടെ കഴിവില്ലായ്മ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. അപ്പൊ നമ്മളിനി തിരിച്ചു വന്നാൽ, അപ്പൊ നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് പുള്ളിലുള്ള പുത്തൻതോട് അല്ലേ? പുത്തൻതോടിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഏരമാവ് വരെ എല്ലാ സമയത്തും വെള്ളം ഉണ്ടാവും ഇവിടെ, ഏകദേശം എല്ലാ സമയത്തും. അപ്പൊ അതുകൊണ്ട് കൊട്ടവഞ്ചി ബിസിനസ്സിലാവോ അല്ലേ? നമുക്ക് പാടശേഖരങ്ങളിലേക്ക് വെള്ളം ആവശ്യകതയില്ല. കാരണം എന്താ വെച്ചാൽ കൊയ്ത്ത് മെഷീൻ ഇറങ്ങുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കൊയ്ത്ത് മെഷീൻ താഴും, കൊയ്ത്ത് നടക്കില്ല. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് വെള്ളം ഇതിലെ വരുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ചിട്ട് വെള്ളത്തിന്റെ അളവുകൾ കുറയ്ക്കാറുണ്ട്. ആ സമയത്ത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സമയത്തും ഇതിലൂടെ ധാരാളം വെള്ളം ഒഴുകി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്നലെ ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശാനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു, സുരേഷ് ഗോപിയുടെ. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കലാമണ്ഡലം ഗോപിയുടെ നിലപാടിനെ മാനിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പത്മശ്രീ വിഷയത്തിൽ താൻ ഒന്നും ഇതുവരെ പറഞ്ഞില്ല, ഇനിയും പറയില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ഗോപിയാശാൻ മാന്യതയുടെ പാരമ്യത പ്രകടിപ്പിച്ചു എന്നാണ് സുരേഷ് ഗോപി ഞങ്ങളുടെ പ്രതിനിധി ജെയ്സിനോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വലിയ വാർത്തയുള്ളത്, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സന്ദർശനം 2 ദിവസത്തേക്കാണ് എന്നൊരു വാർത്തയുണ്ട്. ഒപ്പം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയുടെ ജാമ്യാപേക്ഷയും, ഒപ്പം തന്നെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നതും സുപ്രീം കോടതി 10:30 അത് കേൾക്കും. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഇപ്പോൾ ഈ RLV രാമകൃഷ്ണന്റെ വിഷയത്തിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അത് പക്ഷേ വളരെ മോശമായി പോയി അല്ലേ? കലാമണ്ഡലം സത്യഭാമ ജൂനിയറാണ്, പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ വേറെയാണ്. കറുത്തവർക്ക് ഒരു അവകാശം ഇല്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ഒരു വർണ്ണവെറി എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതിലൊരു വിഷയം കൂടി ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ഭോജനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്ത് ഭോജനാണ്? മിശ്രഭോജനം. അതൊന്നും സഹോദരൻ അയ്യപ്പൻ അതല്ല. ഇപ്പോ കഴിഞ്ഞ അടുത്ത ആളല്ല, മനസ്സിലായി. അത് BJP നേതാവിന്റെ ഒരു കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അത് പട്ടികജാതിക്കാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. പട്ടികജാതിക്കാർ എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യന്മാർ തന്നെയല്ലേ? അപ്പൊ ആ ഒരു മനോഭാവമുള്ള ആളുകൾ തന്നെയാണ് ഈ സത്യഭാമയെ പോലുള്ള ആളുകൾ. OBC ഉള്ള ആകെ ഒരു പ്രധാനമന്ത്രി ആരാ? OBC ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി. അത് നിങ്ങൾ എന്താ പറയാത്തത്? അത് നിങ്ങൾ പറയാൻ തയ്യാറല്ല. ഇതിൽ എനിക്ക് കാണുന്നത്, ഇപ്പോ
ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇതൊക്കെ തന്നെ പുറത്ത് വരാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ ഭയം കൂടാതെ ഇന്ന് പുറത്തു വന്ന് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിന്റെ ആത്യന്തികമായിട്ടുള്ള കാരണം അന്വേഷിക്കുമ്പോഴാണ് വിഷയം. ഇത് ഒരു കാലഘട്ടത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കലാകാരിക്ക് ഓപ്പണായി പറയാനുള്ള ധൈര്യമില്ലായിരുന്നു അല്ലേ? കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കുട്ടികൾ, കറുത്ത നിറമുള്ള കുട്ടികൾക്ക് സൗന്ദര്യമില്ല, അവർ നൃത്തം പഠിക്കാൻ പാടില്ല, അവർ നൃത്തം പഠിച്ചാൽ തന്നെ അവർ മത്സരിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമില്ല. ആ ധൈര്യം കിട്ടി. അതിന്റെ കാരണം എന്താണ്? ഇത് പക്ഷേ ആ നിരീക്ഷണം ശരിയല്ലേ? അത് നമ്മുടെ നാട്ടിലേക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ നമ്മൾ പ്രതികരിക്കുക. പുറത്ത് പറഞ്ഞിരുന്നില്ല, ഇപ്പൊ പുറത്തേക്ക് പറയാനുള്ള ധൈര്യം വന്നു. അതായത് ഇതൊക്കെ ജാത്യാവസ്ഥയുടെ ഒരു പ്രകടനമായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത്. ഉള്ളിലുള്ള ജാതി ചിന്തയാണ് വർണ്ണമായിട്ടും വംശമായിട്ടും ഒക്കെ പുറത്തു വരുന്നത് നിറമായിട്ട്. അതെ, ഇപ്പൊ BJP എന്താണ് വർണ്ണവിവേചനം കാണിക്കുന്നത് ഒന്ന് പറയാ. പേഴ്സണലായിട്ട് പലർക്കും പല അഭിപ്രായമുണ്ട്. അത് നമ്മൾ എത്ര ഒരു വൈരുദ്ധ്യം പറയാം. അതായത് ഇത്രയും വലിയ ഒരു പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ ഒരു പട്ടികജാതിക്കാരിയായ നമ്മുടെ രാഷ്ട്രപതിനെ അതൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ദ്രൗപദി മുർമുവിനെ ഈ ചെങ്കോൽ സ്ഥാപിക്കുന്ന സമയത്ത് പാർലമെന്റിലേക്ക് ക്ഷണിക്കാത്തത്? കാര്യം പാർലമെന്റിന്റെ ഭരണഘടനാപരമായ എല്ലാ പാർട്ടിക്കും അതിന്റെ ആ രാജാവില്ലാതെ മന്ത്രി എന്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു? രാജ്ഞിയാണ് അല്ലെങ്കിൽ രാജാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത്രേ ഉള്ളൂ. ചെങ്കോൽ സ്ഥാപിക്കാൻ പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് പോകുമ്പോൾ ദ്രൗപദി മുർമുവിനെ തഴഞ്ഞതുപോലെയാണ് ഒരു ഘട്ടത്തിൽ കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണത്തെയും വായിച്ചു. ഇവരൊക്കെ ഒരേ അധസ്ഥിത ജാതി വിഭാഗങ്ങൾ ഇവരുടെ ഉള്ളിൽ ഇപ്പോഴും ആ മനോഭാവം ഉണ്ട്. മനോഭാവങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. നമുക്ക് RLV രാമകൃഷ്ണന്റെ ഒരു പ്രതികരണം നമുക്ക് കിട്ടി. ഒരു നിമിഷം ചേട്ടാ, RLV രാമകൃഷ്ണന്റെ ഒരു പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ നിർഭാഗ്യകരമായ സംഭവം, അതിൽ കേരളം ഒറ്റക്കെട്ടായി ഒന്നടങ്കമാണ് കലാമണ്ഡലം സത്യഭാമയെ